ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എന്താണ് വിശേഷങ്ങൾ? പിന്നെ ഇന്ന് നമ്മൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇടാൻ പോവാണ്. ഞാനിന്ന് മധുരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക പായസം, അതായത് പ്രഥമനല്ല, പായസമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ചക്ക, പഴുത്ത ചക്ക. പിന്നെ പഞ്ചസാര. ഞാൻ ശർക്കര ചേർക്കണില്ല, കാരണം ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു തികട്ടലായിരിക്കും. അതുകൊണ്ട് ചക്കയ്ക്ക് ഓൾറെഡി മധുരമുള്ളതുകൊണ്ട് പഞ്ചസാര ആവശ്യത്തിനുള്ള മാത്രം ചേർത്താൽ മതി. മധുരത്തിനനുസരിച്ച് ചേർക്കാം. ചക്കയുടെ മധുരം എത്ര ഉണ്ടോ അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ചവ്വരിയാണ്. ചവ്വരി ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്, അതാവശ്യത്തിന്. ഇത് ഫസ്റ്റ് തേങ്ങാപ്പാൽ, ഇത് സെക്കൻഡ് തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാലിൽ ഫസ്റ്റ് നമ്മൾ ചക്ക വഴറ്റി തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ചതിന് ശേഷമാണ് ഇതൊക്കെ നമ്മൾ ചേർക്കുന്നത്. ഇത് വന്നിട്ട് ഏലക്കായും ചുക്കും പൗഡർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ നന്നായിട്ട് വറുത്തിട്ട് പഞ്ചസാര ഇട്ട് പൗഡർ ചെയ്തുകൊണ്ട് നൈസായിട്ട് കിട്ടും നമുക്ക്. അങ്ങനെ പിന്നെ ആവശ്യത്തിന് നെയ്യ്, പിന്നെ ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും. ഇത്രയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് തയ്യാറാക്കാം. എങ്ങനെയാണ് പായസം റെഡിയാക്കണമെന്ന് നോക്കാം. പാത്രം വെച്ച് കൊടുക്കുക, അടുപ്പ് കത്തിച്ച് പാത്രം ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഉരുകി വരുന്ന സമയത്ത് ചക്ക ഇട്ട് കൊടുക്കാം. ചക്ക നന്നായിട്ട് നെയ്യിൽ വഴറ്റിയെടുക്കാം. വഴണ്ട് നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ. സ്വീറ്റോടുകൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടെ നിൽക്കണം. അപ്പോൾ നന്നായി ചക്ക വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിരിക്കുക. ഒത്തിരി മിക്സിയിലൊന്നും അരയ്ക്കരുത്. ഇങ്ങനത്തെ ഒരു മാഷർ ഉണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. പിന്നെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, അപ്പം നന്നായിട്ട് ഉടഞ്ഞോളൂ. ചക്കയുടെ സീസണൊക്കെ കഴിയല്ലേ, അപ്പം നമ്മുടെ നാടൻ വിഭാഗം തന്നെ ആയിക്കോട്ടെ. ആദ്യത്തെ വീഡിയോ എന്ന് വെച്ചിട്ടാണ് ചക്ക പായസം ഉണ്ടാക്കുന്നത്. ഓക്കെ, നാടൻ ഐറ്റംസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ചക്ക മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അതെന്താ പറയുക, ഹൽവ പോലെ ആവും. അതുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്നതാണ് പായസത്തിന് എപ്പോഴും ടേസ്റ്റ് കൂടുക. പിന്നെ പഞ്ചസാര ഞാൻ ഉപയോഗിക്കുന്നത് ആ ചക്കയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശർക്കര ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിക്കാൻ പറ്റും. മറ്റേ ശർക്കര ആണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് തികട്ടാൻ തുടങ്ങും. ചക്കയുടെയും ശർക്കരയുടെ മധുരം എല്ലാം കൂടെ ആയിട്ട്. അപ്പം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാല്. നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത് ഒഴിക്കാം. ഞാൻ ഓൾറെഡി ഫിൽറ്റർ ചെയ്ത് വെച്ചതാണ്. എന്നാലും ഒന്നും കൂടെ ഫിൽറ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഭാഗങ്ങളൊക്കെ ഒന്ന് തേക്കും. കണ്ടോ, ഒത്തിരി അങ്ങോട്ട് എന്താ പറയുക, അറിയാതെ ഇടയിൽ ഇങ്ങനെ ചക്ക കഴിക്കുമ്പോഴല്ലേ ചക്കയുടെ ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുക നമുക്ക്. അതിൻ്റെ പേരിലാണ്. അരച്ച് കഴിഞ്ഞത് ഹൽവയ്ക്കാണ് പരുവം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാം. ഒരു നുള്ള് ഉപ്പ്.
ഈ സമയത്ത് തന്നെ നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നൈലോൻ്റെ ചവ്വരിയാണ് ഓൾറെഡി വേവിച്ചിട്ടുണ്ട. നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ചവ്വരി. ഇത് നല്ല ചെറുതാണ്, നല്ല ടേസ്റ്റും നല്ലതും കൂടി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയും സെക്കൻഡ് തേങ്ങാപ്പാലും ചക്കയും എല്ലാം കൂടെ അങ്ങോട്ട് കിടന്ന് മിക്സ് ആവട്ടെ. നന്നായിട്ടൊന്ന് ഇതായി വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഏലക്കായും ചുക്കും പൗഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇത് വന്ന് തണുപ്പിച്ച് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്, ചൂട്ടോട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇപ്പം നന്നായി തല വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചുക്കും ഏലക്കായും പൗഡർ ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് അതിലേക്ക് വറുത്ത് പോരാം. കുറച്ച് നെയ്യ് ഒരു കഴിയുമ്പോൾ ആവശ്യത്തിലുള്ള അണ്ടിപ്പരിപ്പ്, അതാ നന്നായിട്ട് ഒരു ചുവപ്പ് കളറായിട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്കിത് മാറ്റിയിട്ട് മുന്തിരി വറുത്ത് പോരാം. നല്ല കളർ വരണം, അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ. മതി. ഇപ്പം നമ്മൾ വറുത്ത് പോരാം. കറക്റ്റായിട്ടുള്ള പരുവത്തിൽ അതേ നെയ്യിൽ മുന്തിരി ഇട്ട് കൊടുക്കാം. അതേ നെയ്യിൽ തന്നെ മുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി ഇതും വറുത്ത് നന്നായി ഉരുണ്ട് വരുന്ന സമയത്ത് അതെടുക്കാം. അതൊരു റെഡ് കളറാവും. അപ്പം അതെടുക്കാം. ഇപ്പം നമുക്ക് തൻപാൽ ഒഴിച്ചു കൊടുക്കാം. തീ ചെറുതായിട്ട് വയ്ക്കുക, എന്നിട്ട് തൻപാൽ ഒഴിച്ചു കൊടുക്കുക. ആദ്യപ്പാൽ, തൻപാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അധികം തിളയ്ക്കണ്ട, ജസ്റ്റായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇറക്കാം. നമ്മുടെ ചക്ക പായസം റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? നമ്മുടെ ചക്കയും ചവ്വരിയും പായസം റെഡി. നല്ല ടേസ്റ്റാണിത്. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇപ്പം നമുക്ക് വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. ആ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പായസം റെഡിയായി. എല്ലാവരും കഴിക്കാൻ വായോ.
നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് മുന്നോട്ട് പോവാം. താങ്ക് യു ഫ്രണ്ട്സ്, വീഡിയോ കണ്ടതിന്. സ്റ്റൗ ഓഫ് ചെയ്യാം. പായസം റെഡിയായി. ഇനി ആറിന് ശേഷമോ ചൂട്ടോടുകൂടി എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. താങ്ക് യു.